ഹായ് മക്കളെ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3rd ചാപ്റ്റർ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലാസ് കാണുന്നതിന് മുൻപ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചത് ഒരുപാട് പേരുടെ അവരുടെ ചെറുത്തുനിൽപ്പുകളാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചതെന്നറിയാം. അപ്പോൾ അതിലൂടെ ഓരോരുത്തരുടെയും എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നതെന്നാണ് ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തമ്പ് ഓഫ് ദ നഗോഡാസ് എന്നതാണ് ആദ്യത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് തമ്പ് ഓഫ് ദ നഗോഡാസ്? നഗോഡാസിന്റെ തള്ളവിരൽ. നഗോഡാസ് were the sericulturists of Bengal. Weavers from various countries came to buy the silk they produced. നഗോഡാസ് എന്ന് പറയുന്നത് ബംഗാളിലെ സെറികൾച്ചറിസ്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡാസ് എന്ന് പറയുന്നത്. അവരുടെ തുണിത്തരങ്ങൾക്ക് വേണ്ടി, സിൽക്കിന് വേണ്ടി ഒരുപാട് സ്ഥലത്തു നിന്നും ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് കൺട്രീസിൽ നിന്നും ആൾക്കാർ എത്തിയിരുന്നു അത് വാങ്ങാൻ വേണ്ടി. എല്ലാവർക്കും നല്ല ഡിമാൻഡുള്ള ഒരു സിൽക്കായിരുന്നു പട്ടുനൂൽ അല്ലെങ്കിൽ പട്ട് എന്ന് പറയുന്നത്. When Bengal came under the rule of the British East India Company, the officials began to exploit the nagodas. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായതോടുകൂടി, ബംഗാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായതോടുകൂടി നഗോഡാസിനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? കമ്പനി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. They were compelled to do weaving for meager wages. They were made bonded laborers of the company. അപ്പൊ അവരെ ഇങ്ങനെ അവരുടെ ചെറിയ കൂലിക്ക് അവരെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, നെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ തുടങ്ങി. അതേപോലെ അവരെ കമ്പനിയുടെ ഒരു ബോണ്ടഡ് ലേബേഴ്സ് ആക്കിയിട്ട്, ഒരു കമ്പനിയുടെ കൺട്രോളിലുള്ള അവർക്കുള്ള ലേബേഴ്സ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്തു. ഡിനേയിങ് ഓപ്പർച്യൂണിറ്റി ടു സീക്ക് എനി അതർ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അപ്പൊ അവരുടെ ജീവിതത്തിന് അവർക്ക് മറ്റ് ഓപ്പർച്യൂണിറ്റീസ്, മറ്റ് അവസരങ്ങൾ വരുന്നതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് എല്ലാവരെയും കമ്പനിയുടെ തൊഴിലാളികളായി മാറ്റിയതോടുകൂടി they were forced to live like slaves under the company. അവരെന്ത് ചെയ്തു? കമ്പനി അവരെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. കമ്പനിയുടെ അണ്ടറിൽ തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ അടിമകളാക്കിയിട്ട് അവരെ നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. The workers who were not willing to obey were tortured. അപ്പോൾ ഇവരുടെ ഈ ഒരു വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ടോർച്ചറിന് വില്ലിങ് ആയിരുന്നില്ല. their properties were seized. അവരുടെ സാധനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? കൊള്ളയടിക്കപ്പെട്ടു. They collectively decided to give up their traditional occupation, for it did not help them earn a living. Hence, they decided to cut off their thumbs as a protest against the policies of English East India Company. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ബംഗാൾ ആയതോടുകൂടി കമ്പനി നഗോഡാസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. കമ്പനിയുടെ തൊഴിലാളികളായി മാറ്റി അവര് ജോലി ചെയ്യാൻ ഇവരെ നിർബന്ധിച്ചു തുടങ്ങി. അപ്പോൾ അവർക്ക് മറ്റവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. കമ്പനിയുടെ അടിമകളായിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ അവരിത് എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ ട്രഡീഷണൽ ഒക്യുപ്പേഷൻ, പാരമ്പര്യമായിട്ടുള്ള ഈ തൊഴില് ചെയ്യുക എന്നത് ഇവർക്ക് മറ്റുള്ളവരുടെ അടിമയായിട്ട് ഈ പാരമ്പര്യമായി ജോലി ചെയ്യുക എന്നുള്ളത് ഇവർക്ക് അസാധ്യമായിട്ട്, അല്ലെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങിയത്? നഗോഡാസ് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അവരുടെ പ്രൊട്ടസ്റ്റ് എങ്ങനെയായിരുന്നു? അവരുടെ വിരല് അല്ലെങ്കിൽ തള്ളവിരല് തമ്പ് മുറിച്ചുകൊണ്ടായിരുന്നു അവര് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നഗോഡാസിന്റെ പ്രൊട്ടസ്റ്റ് എങ്ങനെയായിരുന്നു? തള്ളവിരൽ മുറിച്ചുകൊണ്ടായിരുന്നു. You have seen the protest of the Nagodas. This was not an isolated event. The company rule adversely affected all the workers engaged in traditional occupations. They were uprising in different parts of our country
against this. അപ്പോൾ നഗോഡാസിന്റെ പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കാരണം കമ്പനിയുടെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കലും ഒക്കെ വർക്കേഴ്സിനെ നല്ല പാരമ്പര്യമായിട്ടുള്ള അവരുടെ ജോലികളിൽ നിന്ന് വർക്കേഴ്സിനെ എന്ത് ചെയ്തു, വല്ലാണ്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങി. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൂ വർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ആൾക്കാർ, കമ്പനിയുടെ റോളിൽ ചൂഷണം ചെയ്യപ്പെട്ട ആരൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഫാർമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്മെൻ, ട്രൈബൽസ്, കൃഷിക്കാര്, നെയ്ത്തുകാര്, അതേപോലെ കൈത്തൊഴിൽ ചെയ്യുന്നവര്, ഗോത്രവർഗക്കാര്, ഇവരൊക്കെ എന്ത് ചെയ്തു, കമ്പനി ചൂഷണം ചെയ്ത കൂട്ടത്തിലുള്ളവരായിരുന്നു. ഇനി നമ്മുടെ നഗോഡാസിന്റെ പ്രൊട്ടസ്റ്റ് നമ്മള് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഗെയിൻസ്റ്റ് ദ ഫാർമേഴ്സ്. അപ്പൊ കൃഷിക്കാർക്കെതിരായിട്ട് എന്തൊക്കെയാണ് കമ്പനി ചെയ്തതെന്നും കൃഷിക്കാരെങ്ങനെയൊക്കെയാണ് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. With the subjugation of Bengal, the attention of the company shifted to the rich agricultural sector of the region. Their aim was to exploit the maximum resources. What were the strategies they adopted? അപ്പോൾ ബംഗാൾ കീഴടക്കിയതോടുകൂടി കമ്പനി എന്ത് ചെയ്തു, ഒരു നല്ല അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സെക്ടറിനെ തന്നെ കീഴടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ബംഗാൾ കീഴടക്കിയതോടുകൂടി അഗ്രികൾച്ചറൽ സെക്ടറിലേക്കായി ആരുടെ ചിന്ത മുഴുവനും, ഈ കമ്പനിയുടെ ചിന്ത മുഴുവനും. ദർ എയിം വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ മാക്സിമം റിസോഴ്സസ്. അവരുടെ മാക്സിമം വിഭവങ്ങൾ എന്ത് ചെയ്യുക, ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു കമ്പനിയുടെ എയിം. വാട്ട് വർ ദ സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്. അതിനുവേണ്ടി അവർ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഇനി നോക്കാം. ലിവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാർമേഴ്സ്. അവരെന്താ ചെയ്തിട്ടുള്ളത്, ഫാർമേഴ്സിന്റെ മേലില് അമിത നികുതി, ഹെവി ടാക്സ് അടിച്ചേൽപ്പിച്ചു. രണ്ടാമത്തത്, നോ ടാക്സ് കൺസെഷൻ വെർ സാങ്ഷൻഡ് ഈവൻ വെൻ drought ആൻഡ് ഫ്ലഡ് destroyed ദ അഗ്രികൾച്ചർ. എന്ന് പറഞ്ഞാൽ അവര് ഒരു ടാക്സ് കൺസെഷനും കൊടുത്തില്ല. ആർക്ക്, ഇങ്ങനെ കൃഷി ചെയ്തിട്ട് വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ വന്ന് കൃഷി നശിച്ചു പോയ ഈ ഫാർമേഴ്സിന് അവരെന്ത് ചെയ്തില്ല, ഒരു തരത്തിലുള്ള ടാക്സ് കൺസെഷനും അനുവദിച്ചിരുന്നില്ല. മിഡിൽ മെൻ ജമീന്ദാസ് വെർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിംഗ് ടാക്സ്. അവരെന്ത് ചെയ്തു, ഒരു മിഡിൽ മെന്നിന് അവര് ഈ കമ്പനി ഏർപ്പാടാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ കർഷകരോട് ടാക്സ് പിരിക്കാൻ വേണ്ടിയിട്ട് മിഡിൽ മെൻസിനെ കമ്പനി ഏർപ്പാടാക്കിയിരുന്നു. ഈ മിഡിൽ മെൻസിന്റെ പേരാണ് ജമീന്ദാർ. അപ്പൊ ജമീന്ദാരായിരുന്നു കർഷകരിൽ നിന്നും ഫാർമേഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ട് കമ്പനിക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. നാലാമത്തത്, ഇമ്പോസ്ഡ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ഈ ഇവരുടെ ടാക്സ് ആയിട്ട് പണമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണമെന്ന് ഇവർ നിർബന്ധിച്ചിരുന്നു. എന്ന് പറഞ്ഞാല് പണമായിട്ട് തന്നെ ഇവരുടെ കൃഷിയിൽ നിന്നുള്ള പിന്നെ ആ വിഭവങ്ങൾ കൊടുത്താൽ പോരാ, മറിച്ച് പണമായിട്ട് തന്നെ നികുതി അടക്കണം എന്നുള്ള ഒരു നിർബന്ധിത ബുദ്ധി കൂടി കമ്പനിക്ക് ഉണ്ടായിരുന്നു. The farmers had to depend on sahus, the private money lenders, for loans at a high rate of interest. അവരെന്ത് ചെയ്തു, കൃഷിക്കാര്, ഇങ്ങനെ പൊറുതിമുട്ടിയ കൃഷിക്കാര് സാഹൂസ് എന്ന പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇവരുടെ വലിയ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വലിയ പലിശ നിരക്കായിട്ട് ഇവരെന്ത് ചെയ്തു, പൈസ കടം വാങ്ങാനും അതേപോലെ പലിശയ്ക്ക് പണം വാങ്ങി നികുതി അടക്കാൻ വേണ്ടി തുടങ്ങി. ഇതോടുകൂടി ഫാർമേഴ്സ് നല്ല രീതിയിൽ പാപ്പരായി തുടങ്ങി. The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. അപ്പോൾ കമ്പനി തിരിച്ചറിഞ്ഞു ബംഗാളിലെ ഈ ഒരു ഫേവറബിൾ പിന്നെ വിഭവങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബംഗാളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന കൃഷി എന്ന് പറയുന്നത് എന്തായിരുന്നു, കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ എന്നിവയായിരുന്നു. പരുത്തി, അതുപോലെ ചണം, നീലം എന്നീ കൃഷിയായിരുന്നു ബംഗാളിൽ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ പിന്നെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ചു. ദീസ് വർ മേജർ റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിലെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മേജർ റോ മെറ്റീരിയൽസ് ആയിരുന്നു
ഈ ഇൻഡിഗോയും കോട്ടണും ജൂട്ടും ഒക്കെ. Consequently, they decided to expand its cultivation and forced the farmers to do so. ഇതിന്റെ പരിണിതഫലം എന്ന് പറഞ്ഞാല് ഫാർമേഴ്സിനെ അപ്പൊ ഇവര് എന്ത് ചെയ്തു, ഫാർമേഴ്സിനെ നിർബന്ധിക്കാൻ തുടങ്ങി. ഇത് തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ജൂട്ട്, ഇൻഡിഗോ, അതേപോലെ കോട്ടൺ ഇവ കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങി. The fields that were used only for the cultivation of food crops changed into the plantations of cotton, jute and indigo. As a result, farmers became landless and were forced to become laborers. അപ്പോൾ ഇവര് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിളകൾക്ക് പകരം എന്ത് ചെയ്യാൻ തുടങ്ങി, നാണ്യവിളകൾ അല്ലെങ്കിൽ ജൂട്ട്, കോട്ടൺ, ഇൻഡിഗോ എന്നീ കൃഷികൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായി. അതിന്റെ ഫലമായിട്ട് ഫാർമേഴ്സ് കൃഷിഭൂമി ഇല്ലാത്തവരും അതേപോലെ തൊഴിലില്ലാത്തവരൊക്കെ ആയിട്ട് മാറാൻ തുടങ്ങി. കണ്ടക്ട് എ സെമിനാർ ഓഫ് ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ബംഗാൾ അണ്ടർ ദ കമ്പനി റൂൾ. അപ്പൊ എന്തൊക്കെയാണ് കമ്പനി റൂളിൽ ബംഗാളിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ? അപ്പോൾ ഫാർമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ഫാർമേഴ്സിന് ഹെവി ടാക്സുകൾസ് ചുമത്തുക, അതേപോലെ ഒരു ടാക്സ് കൺസെഷനും കൊടുക്കാതിരിക്കുക, ജമീൻദാസ് എന്ന് പറയുന്ന മിഡിൽ മെൻസിനെ കൊണ്ടുവന്നു, അതേപോലെ പണമായിട്ട് തന്നെ ടാക്സ് അടക്കണമെന്നുള്ള നിയമം വന്നു. ഫാർമേഴ്സ് അവസാനം സാഹൂസ് എന്ന് പറയുന്ന പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നു. മാത്രമല്ല ബംഗാളിലെ ഫാർമേഴ്സ് കൃഷി ചെയ്തിരുന്ന മറ്റ് ഭക്ഷ്യവിളകൾക്ക് പകരം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ എന്നിവ കൃഷി ചെയ്യേണ്ടി വന്നു. ഇതൊക്കെയായിരുന്നു ഫാർമേഴ്സിനെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എഗെയിൻസ്റ്റ് ദ ട്രൈബൽസിനെതിരെ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തതെന്ന് നോക്കാം. The intention of the company was not limited to the agricultural sector. They framed several laws to exploit the forest resources. These laws gave the company absolute control over the forest. This disturbed the collection of forest products and adversely affected the tribals' traditional farming. എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഒരു ഒരു ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, നിരവധി നിയമങ്ങൾ ഇവർക്ക് നേരെ കൊണ്ടുവന്നു. ഈ ഗോത്രവർഗക്കാർക്കെതിരെ, ട്രൈബൽസിനെതിരെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഇവരുടെ ഫോറസ്റ്റ് റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ട്രൈബൽസ് കാത്തു സൂക്ഷിച്ചു പോരുന്ന വനവിഭവങ്ങളെയൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൂഷണം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒരുപാട് നിയമങ്ങൾ, ലോസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ദിസ് ഡിസ്റ്റർബ്ഡ് ദ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ട്രൈബൽസ് ട്രഡീഷണൽ ഫാമിംഗ്. ഇത് ഇവരുടെ ട്രഡീഷണൽ ഫാമിങ്ങിനും അതുപോലെ തന്നെ ഇവരുടെ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുന്നതിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ട്രൈബൽസിന് അവരുടേതായിട്ടുള്ള ജീവിതശൈലികളും അവരുടേതായിട്ടുള്ള കൃഷി രീതികളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ തടസ്സമായിട്ട് കമ്പനിയുടെ റൂളുകൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. The tribal habitat was rich in mineral deposits and exploit this. The British constructed roads and railways to these regions. അപ്പൊ ഇതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇവരുടെ സ്ഥലത്ത് കൂടെ അല്ലെങ്കിൽ വനത്തിൽ കൂടെ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്തു, റെയിൽവേയും മറ്റ് അതേപോലെ റോഡുകളും റെയിൽവേയും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ദീസ് മെഷേഴ്സ് ഇന്റൻസിഫൈഡ് ദ മിസറീസ് ഓഫ് ദ ട്രൈബൽസ്. അപ്പൊ ട്രൈബൽസിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രൈബൽസിന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനി എടുത്തിട്ടുള്ള ഒരു നിയമമായിരുന്നു, ലോസ് ആയിരുന്നു. ഇവരുടെ നിരവധി നിയമങ്ങൾ, ലോസുകൾ കൊണ്ടുവന്നു. മാത്രമല്ല അവർക്ക് ഈ ഒരു റെയിൽവേയും റോഡൊക്കെ കൊണ്ടുവന്നതിലൂടെ ഒരുപാട് വനവിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. ഇനി എഗെയിൻസ്റ്റ് ദ വീവേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എഗെയിൻസ്റ്റ് ദ വീവേഴ്സ്, നെയ്ത്തുകാർക്കെതിരെ എന്തൊക്കെയാണ് കമ്പനി ചെയ്തതെന്ന് നോക്കാം. You now know that cotton cultivation became widespread in India during the company rule, don't you?
However, the handloom industry in India declined. Let us examine the reasons. അപ്പൊ എന്തൊക്കെയാണ് കമ്പനി റോളില് കോട്ടൺ കൾട്ടിവേഷനൊക്കെ വന്നിട്ടുള്ള മാറ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. The large scale export of cotton, the raw materials of handloom industry to Britain. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ ഇനി എന്തൊക്കെയാ സംഭവിച്ചത് നമുക്കറിയാം അല്ലെ. കോട്ടൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ കോട്ടൺ കൃഷി ഇന്ത്യയിൽ മുഴുവനും വ്യാപിക്കാൻ ഒരു കാരണം എന്തായിരുന്നു? കമ്പനിയുടെ നിയമമായിരുന്നു. കാരണം എല്ലാ ഭക്ഷ്യവിളകൾക്കൊക്കെ പകരം എന്ത് കൃഷി ചെയ്യണം? കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ കൃഷി ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ ഇന്ത്യയിൽ മുഴുവനും വ്യാപിക്കാൻ ഇതൊരു കാരണമായി. അതേപോലെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇന്ത്യയിൽ നശിക്കുകയും ചെയ്തു. കോട്ടൺ കൾട്ടിവേഷൻ ഉയർന്നപ്പോൾ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, അതുകൊണ്ട് കൈകൊണ്ട് നെയ്യുന്ന സംവിധാനമൊക്കെ ഇന്ത്യയിൽ കുറയാനും തുടങ്ങി. അതിന്റെ കാരണങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. The large scale export of cotton, the raw materials of handloom industry to Britain. അപ്പോൾ കോട്ടന്റെ ഒരു ലാർജ് സ്കെയിൽ എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. കാരണം കോട്ടൺ വളരെ നല്ല രീതിയിൽ വളരെ ധാരാളം എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു. അതേപോലെ ഹാൻഡ്ലൂമിന്റെ റോ മെറ്റീരിയൽസും. പിന്നെ ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചേർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഫാക്ടറീസ്. പിന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരിക്കുന്ന ചീപ്പർ ടെക്സ്റ്റൈൽസ്, കാരണം ഇത്ര നല്ലതല്ലാത്ത ടെക്സ്റ്റൈൽസ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഉണ്ടാക്കുന്ന കോട്ടനും ഹാൻഡ്ലൂമും ഒക്കെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന ചീപ്പർ ടെക്സ്റ്റൈൽസ്, വളരെ നല്ലതല്ലാത്ത തുണിത്തരങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. എക്സസീവ് ടാക്സസ് വെർ ലിവിഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. അതേപോലെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ക്ലോത്ത്സിന് എന്ത് ചെയ്തു? നല്ല ടാക്സുകൾ ഇടുകയും ഇറക്കുമതി ചെയ്യുന്നതിന് ചെറിയ ടാക്സ് ഇടുകയും ചെയ്തു. ദിസ് ഫാക്ടേഴ്സ് റെൻഡേർഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യൻ വീവേഴ്സ്, നെയ്ത്തുകാരെന്ത് ചെയ്തു? അവര് തൊഴിലില്ലാത്തവരായിട്ട് മാറി. Prepare a skit on the common problems faced by the weavers against the background of the Nagoda's protest. അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ എന്താണ് വീവേഴ്സിന്റെയും അതേപോലെ നഗോഡാസിന്റെയും ഫാർമേഴ്സിന്റെയും ഒക്കെ പ്രശ്നം, ട്രൈബൽസിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കൂടെ എടുക്കാം. ഇതുവരെ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതെല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കുകയും പഠിക്കുകയൊക്കെ വേണം. വൈ ഡിഡ് ദ നഗോഡാസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? എന്തുകൊണ്ടാണ് നഗോഡാസ് ബ്രിട്ടീഷുകാരെ എതിർത്തത്? വെൻ ബംഗാൾ കെയിം അണ്ടർ ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ദ ഒഫീഷ്യൽസ് ബിഗെയിൻ ടു എക്സ്പ്ലോയിറ്റ് ദ നഗോഡാസ്. They were compelled to do weaving for meager weavers. They were made bonded laborers of the company and were forced to live like slaves under the company. The workers who were not willing to obey were tortured. Their properties were seized. They collectively decided to give up their traditional occupation. Hence, they decided to cut off their thumbs as a protest against the policies of East India Company. ബംഗാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായതോടുകൂടി ഒഫീഷ്യൽസ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവര് കമ്പൽ ചെയ്തു ഈ നെയ്ത്ത് ജോലി ലേബേഴ്സിനെ ഒരു ബോണ്ടഡ് ലേബേഴ്സാക്കി, കമ്പനിയുടെ ബോണ്ടഡ് ലേബേഴ്സാക്കി മാറ്റുകയും സ്ലേവ്സിനെ പോലെ അവര് ഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതിന് ഇവര് നഗോഡാസ് തയ്യാറായിരുന്നില്ല. അവരുടെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകള് മറ്റുള്ള ഈ ഒരു കമ്പനീസിന്റെ അടിമയായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബോണ്ടഡ് ലേബേഴ്സ് ആയിട്ട് മാറാൻ അവര് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് തമ്പ് കട്ട് ചെയ്തിട്ട് അവര് ഈ ഒരു പോളിസിയെ എഗെയിൻസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു എക്സ്പ്ലോയിറ്റ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ? അപ്പൊ എന്താണ് ബ്രിട്ടീഷ് അഗ്രികൾച്ചറൽ സെക്ടറിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇത് നമ്മുടെ 28 പേജില് എഗെയിൻസ്റ്റ് ദ ഫാമേഴ്സ് എന്ന് പറയുന്നതിന്റെ താഴെ
ഒരു 5 ഡോട്ട് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. levied heavy taxes on farmers. No tax concession were sanctioned even when drought and flood destroyed the agricultural. Middlemen, zamindars, were assigned to the duty of collecting tax, imposed to the condition that the tax was not to be paid in the form of cash. The farmers had to depend on sahus, the private money lenders, for loans at a high rate of ഇൻട്രസ്റ്റ്. ഫാർമേഴ്സിന്റെ മേലിൽ ഹെവി ടാക്സ് അടിച്ചേൽപ്പിച്ചു. അതേപോലെ അവർക്ക് ഒരു ടാക്സ് കൺസെഷനും കൊടുത്തില്ല. വരൾച്ചയും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഡ്രോട്ടും അതേപോലെ ഫ്ലഡും ഒക്കെ വന്ന് അഗ്രികൾച്ചറൊക്കെ നശിച്ചു പോയപ്പോൾ അവർക്ക് ഒരു ടാക്സ് കൺസെഷനും കൊടുത്തില്ല. പിന്നെ അവരുടെ അടുത്തുനിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജമീന്ദാസിനെ നിയമിച്ചു. അതേപോലെ അവരുടെ ടാക്സ് എന്തായിട്ട് കൊടുക്കണം, പണമായിട്ട് കൊടുക്കണം എന്നുള്ളൊരു നിയമം വന്നു. ഇതൊക്കെ കൊണ്ട് ഈ ഒരു പിന്നെ ഫാർമേഴ്സിന് എന്ത് ചെയ്യേണ്ടി വന്നു, പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനോട് പണം ലോണായിട്ട് വാങ്ങേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഫാർമേഴ്സ് ബിക്കം ലാൻഡ്ലെസ് ആൻഡ് വേർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബേഴ്സ്? എങ്ങനെയാണ് ഫാർമേഴ്സ് ഭൂമിയില്ലാത്തവരും അതേപോലെ ഒരു ചില ജോലികൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നവരുമായിട്ട് മാറിയത്? The English identified that the fertile fields of Bengal were much favorable for the cultivation of cotton, jute and indigo. അപ്പൊ ഇംഗ്ലീഷുകാര് തീരുമാനിച്ചു അവർക്ക് മനസ്സിലായി കോട്ടൺ, ഇൻഡിഗോ, ജൂട്ട് ഇവയ്ക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് ബംഗാൾ എന്നുള്ളത്. These were the major raw materials for the industries in England. Therefore, they decided to expand its cultivation and forced to farmers to do so. The fields that were used only for the cultivation of food crops changed to cultivation of cotton, jute and indigo. As a result, the farmers became landless and were forced to become laborers. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ അതൊക്കെ എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ഇതുള്ള റോ മെറ്റീരിയൽസ് ആയിരുന്നു കോട്ടണിനൊക്കെ. അതുകൊണ്ട് തന്നെ അവർ ഇതിന്റെ കൾട്ടിവേഷൻ എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ ഫുഡ് കൾട്ടിവേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവർ ശ്രമിച്ചു. അങ്ങനെ ഫാർമേഴ്സിന് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ജോലി ചെയ്യാൻ സാധിക്കാതെ വരികയും അവര് ലാൻഡ്ലെസ് ആയി മാറുകയൊക്കെ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how did the forest laws imposed by the company adversely affect the tribal life? എങ്ങനെയാണ് ഫോറസ്റ്റ് നിയമങ്ങളൊക്കെ ട്രൈബൽ ലൈഫിനെ ബാധിച്ചത്? ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഫോറസ്റ്റ് ലോസ് ട്രൈബൽസിനെ എങ്ങനെയാണ് ബാധിച്ചത്? The company framed several laws to exploit the forest resources. These laws gave the company absolute control over the forest. കമ്പനി എന്ത് ചെയ്തു, വിവിധ ലോസുകള് ഈ ഒരു ഫോറസ്റ്റ് റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ദിസ് ലോസ് ഗേവ് എ കമ്പനി അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദ ഫോറസ്റ്റ്. ആ ലോസ് ഒക്കെ തന്നെ കമ്പനിയുടെ കീഴിലായിരുന്നു. ഈ ഫോറസ്റ്റ് മുഴുവനും കൺട്രോൾ ചെയ്തിരുന്നത് ആരായിരുന്നു? കമ്പനിയായിരുന്നു. ദിസ് ഡിസ്റ്റർബ്ഡ് ദ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ട്രൈബൽസ് ട്രഡീഷണൽ ഫാമിംഗ്. അപ്പൊ ഇതെന്ത് ചെയ്തു, ട്രൈബൽസിന്റെ ട്രഡീഷണൽ ഫാമിങ്ങിനെയും അതേപോലെ ട്രൈബൽസിന് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുന്നതിനും നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. ദ ട്രൈബൽ ഹാബിറ്റേറ്റ് വാസ് റിച്ച് ഇൻ mineral deposit and exploit this. The British constructed roads and railways to these regions. Thus the life of the tribal people became miserable. ഇതൊക്കെ തന്നെ ട്രൈബൽസിന്റെ ജീവിതത്തെ നന്നായിട്ട് ബാധിച്ചു. അതേപോലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള റെയിൽവേയും റോഡുകളൊക്കെ തന്നെയും ഈ ഫോറസ്റ്റ് വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും അത് ട്രൈബൽസിന് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ്. ഫൈൻഡ് ഔട്ട് ദ റീസൺസ്. എന്തൊക്കെയാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇന്ത്യയിൽ നശിക്കാനുള്ള കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുക? എന്തൊക്കെയാണ്? ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ റിട്ടേൺ. അപ്പോൾ ഒരുപാട് ലാർജ് സ്കെയിലായിട്ട് കോട്ടൺ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു. ഹാൻഡ്ലൂം കോട്ടണൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു.
ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഫാക്ടറീസ്. ബ്രിട്ടീഷ് ഫാക്ടറീസിൽ ഉണ്ടാക്കുന്ന ചീപ്പർ ടെക്സ്റ്റൈൽസ്, ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ടെക്സ്റ്റൈൽസ് എങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു? ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. എക്സസീവ് ടാക്സസ് വെർ ലിവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. അതേപോലെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ക്ലോത്ത്സിന് നല്ല ടാക്സ് ഇടുകയും ചെയ്തു. ഇതൊക്കെ ആരെ ബാധിച്ചു? ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ ബാധിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് എഴുതിയെടുക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക.